എന്താ ഇത്? എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നേ? നീ ഇതുവരെ കാണുന്നുണ്ടാ? പിള്ളേർ രണ്ടുപേരും കൂടെ അടികൂടുന്നത് നീ കാണുന്നുണ്ടാ? എടി, ഒരു വകയ്ക്ക് കൊള്ളില്ല നിന്നെ കൊണ്ട്. എന്തിനു കൊള്ളാം നിന്നെ കൊണ്ട്? മേലിറങ്ങി ഒരു കുപ്പ എടുക്കത്തില്ല. ചുമ്മാ വന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ കരയാൻ മാത്രം നിന്നെ കൊണ്ട് കൊള്ളാം. പിള്ളേരെ കാര്യം നോക്കൂല, വീട്ടിലെ കാര്യം ഒന്നും നോക്കൂല. നേരത്തെ എനിക്ക് ഇവിടെ കെട്ടിയെടുക്കാൻ തോന്നി. ഏതാ കഷ്ടകാലം. കുനിഞ്ഞൊരു സാധനം പോലും എടുക്കത്തില്ല. എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കേൾപ്പോ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞാൽ പോലും അവർക്ക് ചെയ്യാൻ വയ്യ. എൻ്റെ കാര്യം പോട്ടെ, പിള്ളേരുടെ കാര്യങ്ങളും ചെയ്യണ്ടേ? അതുപോലും അവർക്ക് ചെയ്യാൻ വയ്യ. ഇവളുടെ ശരീരത്തിൽ ഏതോ ബാധ കയറിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇവിടെ ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ടുപോയി കാണിക്കണം. ഇല്ലെങ്കിൽ നീ അവിടെ ഒഴിഞ്ഞേരെ. അതാണ് നിനക്ക് നല്ലത്, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. ഇത് കേട്ടോ, കേൾപ്പിക്ക്. 24 മണിക്കൂർ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നോ? എന്റെ കഷ്ടകാലത്തിന് ഇവിടെ കെട്ടിയെടുക്കാൻ തോന്നിയത്. എടാ സോരു, ഇങ്ങൊന്നേ ബാ. നീ പൊട്ടിയ വീണ്ടും മുഴുവൻ പോയാ? എന്തിനാ നീ പഠിക്കുന്നേ? എന്തിനാ പഠിക്കണേ? നിനക്ക് ഫാദർ ഓഫ് നേഷൻ ആരാ അറിയാ? Who is the father of the nation, man? ഫാദർ ഓഫ് നേഷൻ അറിയില്ലേ? ആപ്പിളിന്റെ സ്പെല്ലിംഗ് അറിയാം നിനക്ക്? ചത്തൂടറ പോയിട്ട് നിനക്ക് നോക്കുന്നുണ്ടാ? അവന്റെ മുഖം ഒന്ന് നോക്ക്. എന്തിനാ ഇവനൊക്കെ? ഓരോരോ ഐറ്റങ്ങൾ വരും. ഡ്രസ് ഇട്ടിരിക്കുന്ന നോക്ക്. എന്താ പള്ളിയിലെ കുർത്തിയ ലോഹ? എന്തൊരവസ്ഥയാണ്. പോയി ചാവ്. സോനു മോനെ എടാ വാടാ. എന്താ ഇങ്ങനെ? നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? വാ സോനു. എന്ത് പറ്റി സോനു? എന്താ മുഖത്തൊരു വിഷമം? എനിക്കും ജീവിക്കണ്ട. എന്താ കാരണം? ജീവിതം മടുത്തേട്ടാ. എന്താ സോനു അങ്ങനെയൊക്കെ പറയുന്നത്? ജീവിക്കണ്ട. എന്തെങ്കിലും പറ സോനു. പറ മുത്തേ. ചേട്ടാ ഈ ചെക്കൻ എന്താ ഇങ്ങനെ? നീ ട്രൈ എന്ത് പറ്റി? പിടിച്ച നീ വലിക്ക്. ശരിയാവും. ഒറ്റ വലി കൊണ്ട് പഠിച്ചു വരുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട് സംഭവം? കൂടിയല്ലേ? എന്നാ പിന്നെ ഇവനെ നമ്മളവിടെ കൂട്ടല്ലേ സാധിക്കാൻ? വാടക സോനു വന്നിരുന്ന് കഴിയടാ. ഇന്ന് ഈ ഉണക്ക ചപ്പാത്തിയാണോ? ഉപ്പില്ല പുളിയില്ല, എങ്ങനെ മനുഷ്യൻ കഴിക്കാം? എനിക്കൊന്നും വേണ്ട. എടാ സോനു, ഒന്നും ഓരോ പ്രശ്നങ്ങൾ തന്നെ നിനക്ക്. മനുഷ്യന്റെ അവസ്ഥ ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കും. അച്ഛാ, അമ്മേനെ നമ്മൾ കുറേ ആശുപത്രികളിൽ കൊണ്ടുപോയി, ഒന്നിനും ഫലം കണ്ടില്ലല്ലോ. ഐ തിങ്ക് ഇപ്പൊ അമ്മയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതാവും നല്ലതെന്ന്. ഞാനും അത് തന്നെ ആലോചിക്കുന്നു. ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോവാ.
ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കാം. അതും കൂടെ മാത്രമല്ലേ ഉള്ളൂ പ്രതീക്ഷ. സീത അല്ലേ? എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നേ. എന്തായിരുന്നു വരാൻ കാര്യം? ബുദ്ധിമുട്ടാണ്. വീട്ടില് വലിയ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടില് ഇവള് ഒരു വക ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളും ഒന്നും വലുതായിട്ട് നോക്കുന്നൊന്നുമില്ല. ബുദ്ധിമുട്ടാണ്, എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈയിടെയായിട്ട് വളരെ വളരെ കഷ്ടപ്പാടാണ്. വീട്ടിലൊന്നാമത്തെ കാര്യം, വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടപ്പാടാണ്. അതിൻ്റെ മുകളിലാണ് ഇവളുടെ ഭാഗത്തും കൂടി ഈ ബുദ്ധിമുട്ട്. അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നോണ്ടാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്ത് പറ്റി സീത? ഭർത്താവിന് എന്തൊക്കെയോ ചെറിയ പരാതി പോലെ ഉണ്ടല്ലോ. എനിക്ക് വയ്യ, തലവേദനയാ. തലവേദന, ശരീരവേദന, ഒന്നിനോടൊരു താല്പര്യമില്ല. അത് ഈ തലവേദന, ശരീരവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ എന്തൊക്കെയോ നേരത്തെ മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു അല്ലേ? എന്നിട്ടും ഒരു കുറവും ഇല്ല. വേദന കൂടിയിട്ടേ ഉള്ളൂ, കുറയുന്നില്ല. നമുക്ക് ഈ ശരീരവേദനകൾ കൂടാതെ കൂടുതൽ സമയവും എന്തോ ഒരു വിഷമം പോലെയാണോ മനസ്സിൽ എന്നൊരു തോന്നലുണ്ടാവാറുണ്ടോ? കൂടുതൽ നേരം അല്ല, ഞാൻ ചോദിക്കുന്നത് കുറച്ചും കൂടി വ്യക്തമായി പറയാം. നമുക്ക് എല്ലാവർക്കും വിഷമമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. കുറച്ചു നേരത്തേക്ക് നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകും. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഉണർന്നിരിക്കുമ്പോൾ വിഷമമുള്ളതുപോലെ തോന്നാറുണ്ട്. മിക്ക സമയം വിഷമം തന്നെയാണ്. കാരണം എന്താണെന്ന് അറിയില്ല. ഒരു കാര്യവും ഇല്ലാതെയാണ്. നമുക്ക് മുൻപ് താല്പര്യമുള്ള കാര്യങ്ങളിൽ താല്പര്യം കുറയുക, ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ക്ഷീണവും അതുപോലെ എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ സീതയ്ക്ക്? എനിക്ക് ജീവിതത്തിനോട് തന്നെ താല്പര്യമില്ല. ജീവിതത്തിനോടും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും ഒന്നിനും താല്പര്യമില്ല. മക്കളോടും താല്പര്യമില്ല, മറ്റുള്ളവരോടും താല്പര്യമില്ല. ശരി, വീട്ടിലെ ജോലിയാണോ അതോ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ സീത? ഇല്ല, വീട്ടിൽ തന്നെ. വീട്ടിലെ ജോലികളെല്ലാം തന്നെ നമുക്ക് ചെയ്തെത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല, മകളുണ്ട്. മകള് സഹായിക്കും കുറച്ചൊക്കെ. പിന്നെ ബാക്കിയെല്ലാം ഒരുവിധം ആക്കും. നമുക്കൊരു ശക്തിക്കുറവ് അല്ലെങ്കിൽ ബലക്കുറവ് പോലെ തോന്നാറുണ്ടോ? ചെറിയ ചെറിയ പണിയെടുക്കുമ്പോൾ തന്നെ വേഗം ക്ഷീണമാകും. പിന്നെ പണിയെടുക്കാനേ തോന്നില്ല. കട്ടിലിൽ നിന്ന് തന്നെ ചില സമയങ്ങളിൽ എണീക്കാൻ തോന്നില്ല. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പക്ഷേ നമുക്ക് ജീവിതം മടുത്തു, ഇനി ജീവിക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് തോന്നും, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, ജീവിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ എനിക്കും തോന്നും. എപ്പോഴെങ്കിലും ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന ചിന്ത വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ജീവിതം അവസാനിപ്പിക്കാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ? ഇതുവരെയായിട്ടും അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ജീവിക്കണം എന്നൊരു തോന്നലില്ല. പിന്നെ ചില സമയത്ത് ദൈവം എന്നെ അങ്ങ് വിളിച്ചിരുന്നാൽ മതി എന്ന് തോന്നും. എല്ലായ്പ്പോഴും തോന്നാറുണ്ടോ അതോ വല്ലപ്പോഴുമാണ്? പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്കായിരുന്നു. ഇപ്പോൾ മിക്ക സമയവും അങ്ങനൊരു ചിന്തയാണ്. സീത ഇപ്പോൾ അനുഭവിക്കുന്നത് വിഷാദം എന്ന് പറയുന്ന ഒരു രോഗമാണ്. വിഷാദം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്. നമുക്ക് സാധാരണ എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ വിഷമം അല്ല വിഷാദം. നമുക്കെല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നമുക്കെല്ലാം വിഷമമുണ്ടാകും. പക്ഷേ വിഷാദം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള വിഷമം, ഒരു കാര്യം ചെയ്യാൻ വയ്യ, താല്പര്യക്കുറവ്, ഉറക്കക്കുറവ്, ഭക്ഷണത്തിനോടുള്ള താല്പര്യക്കുറവ്,
ശരീരത്തിൻ്റെ ഭാരം കുറയുക, ചെറിയ ചെറിയ പ്രായം കൂടുമ്പോൾ അതിനനുസരിച്ച് തലവേദനകൾ, ദേഹം വേദനകൾ, ഇതെല്ലാം വിഷാദത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇത് ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിനൊരു സന്തുലിതാവസ്ഥയുണ്ട്. ആ സന്തുലിതാവസ്ഥയ്ക്കുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് വിഷാദരോഗം ഉണ്ടാകുന്നത്. ഇന്നത്തെ നമ്മുടെ നൂതന യുഗത്തിൽ ഇതിനായിട്ടുള്ള വളരെ നല്ല ചികിത്സാ രീതികളുണ്ട്. മരുന്നുകൾ വഴിയും മരുന്നുകളല്ലാതെ കൗൺസിലിംഗ് മുഖേനയും നമുക്കിത് ചികിത്സിക്കാനാകും. പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മാനസിക രോഗങ്ങൾ, വിഷാദം ഉൾപ്പെടെ, വിഷാദം അഥവാ ഡിപ്രഷൻ ഉൾപ്പെടെ എല്ലാ മാനസിക രോഗങ്ങളും ജീവിതകാലം മുഴുവൻ നീണ്ട ചികിത്സ ആവശ്യമുള്ള രോഗങ്ങളാണ്. ഇതൊരു മിഥ്യാധാരണ മാത്രമാണ്. ഏകദേശം 3 മുതൽ 6 മാസം വരെ നീണ്ട ചികിത്സയിൽ വിഷാദം അഥവാ ഡിപ്രഷൻ ഏറെക്കുറെ നമുക്ക് പരിധിയിലാക്കുവാനാകും. പക്ഷേ ഇതിന് മരുന്നുകൾ മാത്രം പോരാ. ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സകൾക്ക് പുറമെ നല്ല ഒരു മാർഗദർശനം നൽകാൻ പറ്റുന്ന കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്, വീട്ടിലെ സ്നേഹം, പരിചരണം എന്നിവയെല്ലാം വിഷാദരോഗത്തിൻ്റെ ചികിത്സയ്ക്ക് അനിവാര്യമായിട്ടുള്ളതാണ്. ഇവിടെ വന്നതിന് ശേഷം കുറച്ച് സമാധാനം തോന്നുന്നുണ്ട് ഡോക്ടറെ. പറഞ്ഞൊക്കെ കേട്ടിട്ടേ എൻ്റെ മോനും ഇതുപോലെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. അവനെയും ഒരു ദിവസം ഞാൻ ഇങ്ങ് കൊണ്ടുവരും കൗൺസിലിംഗ്. തീർച്ചയായും നമുക്കിപ്പോൾ വിഷാദരോഗം ഒഴിവാക്കാതിരിക്കുന്നതിനേക്കാളും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ് ബുദ്ധിമുട്ടുകളെ മാറിക്കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. കൃത്യമായ ചികിത്സ ചെയ്യുക, കൃത്യമായി മരുന്ന് കഴിക്കുക, മരുന്നൊരിക്കലും വിടാതിരിക്കുക, കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ വന്ന് കാണുക, കൂടാതെ കുടുംബത്തിൽ നിന്നും നല്ല സപ്പോർട്ട് രോഗികൾക്ക് നൽകുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വിഷാദരോഗം എന്തുകൊണ്ടും ഭേദമാക്കാൻ സാധിക്കുന്നതാണ്.